അസ്സലാമു നമസ്കാരം. ഞാൻ മജീദാണ്. കഴിഞ്ഞ ആഴ്ച ഞാനൊരു വീഡിയോസ് ചെയ്തിരുന്നു. വരുമാനമില്ലാത്ത പള്ളിക്ക് AC വെക്കുന്ന കമ്മിറ്റിക്കാരെ അറിയാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് ഞാൻ ഒരിക്കലും അത് പള്ളിനെ കുറ്റം പറഞ്ഞതല്ല. ഞാൻ ഈ സമൂഹത്തിൽ പണിയില്ലാത്ത ആൾക്കാർ കുറേ ഉണ്ട്. അതേമാതിരി ഗൾഫ് പോയിങ്ങാണ്ട് തുമ്പില്ലാതെ നാട്ടിൽ വന്ന കുറേ ഗൾഫുകാരും നമ്മുടെ നാട്ടിലുണ്ട്. കാരണം ഓരൊക്കെ കടത്തിലുള്ള കുറേ ആൾക്കാരെ എനിക്കറിയാം. അപ്പോൾ ആ സങ്കടം കണ്ടിട്ടാണ് ഞാൻ ആ വീഡിയോസ് ഞാൻ ചെയ്യാൻ കാരണം ഞാൻ പള്ളിക്ക് വരിസംഖ്യ കൊടുക്കാത്ത ആളൊന്നുമല്ല. കാരണം ആ കമൻറ്റ് ബോക്സിൽ ചില ആൾക്കാർ എടുക്കണേ എനിക്ക് ഈമാനില്ല, അതേമാതിരി ഞാൻ പള്ളിക്ക് സംഭാവന കൊടുക്കാത്ത ആളാണെന്നൊക്കെ ചില ആൾക്കാർ കമൻറ്റ് എടുക്കണേ. ഞാൻ ഇന്നലെ വെള്ളിയാഴ്ച ചെയ്യുന്നു. ഇന്നലെ വെള്ളിയാഴ്ച പോയിങ്ങാണ്ട് ഇതാക്കണേ. ഞാൻ ഇത് കൊടുത്ത റെസീറ്റാണ്. എന്ത് ഇത് വരിസംഖ്യ കൊടുത്ത റെസീറ്റാണ്. ഇത് എനിക്ക് കാണിച്ചു തരാൻ ബുദ്ധിമുട്ടായിട്ടൊന്നുമില്ല. പക്ഷേ ആ കമൻറ്റ് ബോക്സിൽ ചില ആൾക്കാർ ഇങ്ങനെ ഞാൻ പണിക്ക് സംഭാവന കൊടുക്കണില്ല എന്ന് അത് ചെയ്തിട്ടാൽ അത് കുറേ ആൾക്കാരെ വീഡിയോസ് ലക്ഷക്കണക്കിന് ആൾക്കാരെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഓരൊക്കെ അത് വായിക്കല്ലേ. ഞാൻ ഇന്നലെ ആ വരിസംഖ്യ കൊടുത്തു പറഞ്ഞാൽ ഞാൻ പണിയെടുക്കണ കോൺട്രാക്ടർ ഉണ്ടല്ലോ, ആ കോൺട്രാക്ടർക്ക് ഞാൻ ഇന്നലെ വിളിച്ചുകൊണ്ട് അയാൾക്ക് ഞാൻ 2000 രൂപ തിരിച്ചുകൊണ്ടാണ് ഞാൻ ഇന്നലെ ആ പൈസ ഞാൻ ഇന്നലെ പള്ളിക്ക് കൊടുത്തിരിക്കുന്നത്. കാരണം അപ്പോൾ എനിക്ക് പണിയുണ്ട്. അപ്പോൾ പണിയില്ലാത്ത ആൾക്കാരെ അവസ്ഥ ഇവിടുത്തെ പണിക്കൂലിയാണ് ഞാൻ മുൻകൂറായി ഞാൻ ഇന്നലെ മേടിച്ചിരിക്കുന്നത്. എന്നുവെച്ചാൽ ഇന്ന് ശനി, അതേമാതിരി നാളെ ഞായറാഴ്ച, മറ്റന്നാൾ ചിലപ്പോൾ പെരുന്നാളാക്കാരം അല്ലെങ്കിൽ ചൊവ്വാഴ്ചക്കാരം. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞു വരുന്നത് എനിക്കിവിടെ പണിയുണ്ട്. അപ്പോൾ എനിക്ക് പണി ഉണ്ടായിട്ടും തന്നെ എനിക്ക് എത്തിച്ചിട്ട് എത്തണില്ല. എന്നുവെച്ചാൽ എൻ്റെ കുടുംബത്തിനും അതേമാതിരി പള്ളി അതേമാതിരി വേറെ ചുറ്റുപാടുണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെ എത്തിച്ചിട്ട് തന്നെ എനിക്ക് എത്തണില്ല. അപ്പോൾ പണിയില്ലാത്ത ആൾക്കാരെ അവസ്ഥ നിങ്ങൾ ആലോചിച്ചോളൂ നിങ്ങൾ. അപ്പോൾ കമൻറ്റ് ബോക്സിൽ എന്നെ പറ്റി മോശപ്പെട്ടുകൊണ്ട് എഴുതിയ ആൾക്കാർ കേൾക്കാൻ വേണ്ടിയാണ്. എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ തിങ്കളാഴ്ച ചൊവ്വാഴ്ച പെരുന്നാളാണ്. നമ്മുടെ സമൂഹത്തിൽ എന്ന് വെച്ചാൽ പണിയില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അതേമാതിരി ഗൾഫ് പുറത്തം പുട്ടുകാണ്ട് വന്ന് പൈസ ഇല്ലാതെ കടത്തിലായ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഞാനും നിങ്ങളും ചെയ്യേണ്ട കാര്യം പറഞ്ഞാൽ അവർക്ക് പെരുന്നാൾ ഉണ്ടാക്കാൻ അവരുടെ വീട്ടിൽ അരി ഉണ്ടോ അല്ലെങ്കിൽ ഇറച്ചി മേടിച്ചാൽ പൈസ ഉണ്ടോ, ഇതൊക്കെ നമ്മൾ ചോദിച്ചറിഞ്ഞാണ്ട് ഇല്ലെങ്കിൽ ഞാനും നിങ്ങളും എന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് കഴിയണ മാതിരി എന്ന് വെച്ചാൽ പ്രത്യേകം പറയുന്നത് എന്നെ കമൻറ്റ് ബോക്സിൽ മോശപ്പെട്ട് എഴുതിയ ആൾക്കാർ കേൾക്കാൻ വേണ്ടിയാണ്. എന്നുവെച്ചാൽ നമ്മളെ കൊണ്ട് കഴിയണ മാതിരി നമ്മൾ അവരെ സഹായിക്കണം. അല്ലെങ്കിൽ നമ്മൾ എടുത്ത ഈ നോമ്പൊന്നും പടച്ചോന്ന് സ്വീകരിക്കൂല. ഇതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാൻ ഉള്ളത്. ഓക്കെ, ഇത് ഇത്രയും പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴൊന്നല്ല, ഒരു 15 കൊല്ലം മുന്നേ എന്ന് വെച്ചാൽ ചെറുപെരുന്നാളും വലിയ പെരുന്നാളും ആ രീതിയിൽ പറഞ്ഞാൽ എനിക്ക് സിമെൻറ്റ് അലർജി ആയിട്ട് എനിക്ക് പണിക്ക് പോകാൻ പറ്റിയില്ല. അതിൽ പണിക്ക് പോകാനല്ല കയ്യിൽ പൈസ ഉണ്ടാകുക. അതിൽ ഞാൻ അവിടുന്ന് തട്ടിപ്പിച്ചിങ്ങാണ്ട് പള്ളിക്കത്തെ വരിസംഖ്യയൊക്കെ ഞാൻ കൊടുത്തു. പിന്നെ വെച്ചാൽ എന്താ പറയുക, കുട്ടിക്ക് അങ്ങനെയൊക്കെ ഡ്രസ്സ് മാറി വെച്ചാൽ മേടിച്ച് കൊടുത്തിട്ട് പിന്നെ എൻ്റെ കയ്യിൽ ആകെ പെരുന്നാൾ ഉണ്ടാക്കാൻ അന്ന് ആകെ 200 രൂപ ഉണ്ടായിരുന്നു. 200 രൂപ. ആ 200 രൂപ കൊണ്ട് എങ്ങനെ പെരുന്നാൾ ഉണ്ടാക്കും എന്ന് വെച്ചാൽ 15 കൊല്ലം മുന്നത്തെ അവസ്ഥയാണ്. അപ്പോൾ ആ അവസ്ഥ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ അന്ന് ആ ഷോർട്ട് വീഡിയോയിൽ ഞാൻ വെച്ചാൽ വരുമാനമില്ലാത്ത പള്ളിക്ക് AC വെക്കുന്ന കമ്മിറ്റിക്കാരെ അറിയാൻ വേണ്ടിയെന്ന് ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ആ ACൻ്റെ ഷോട്ടിൽ നിൽക്കണ ആൾക്കാർ അതിൻ്റെ കറണ്ട് ബില്ല് കൊടുക്കുക എന്ന് പറയാൻ കാരണം ഈ സമൂഹത്തിൽ പണിയില്ലാത്ത ഗതിയായിട്ട് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അതേമാതിരി ഗൾഫ് പുറത്തം പുട്ട് വന്നുകാണ്ട് കടത്തിലായ കുറേ ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയാൻ കാരണം.